അഞ്ചോ ഇഞ്ഞോള് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഞാൻ പറഞ്ഞിട്ടോള് കേൾക്കുന്നില്ല. അമ്മ മാത്രമല്ലല്ലോ ഗീതേച്ചിയും പോകുന്നില്ലേ? ഈ കുടുക്കുന്ന രക്ഷപ്പെടണമെങ്കിൽ ഒരു രണ്ടാളും പോയേ പറ്റൂ. ഇനി എന്ത് കണ്ടിട്ടാണേ പറയുന്നത്? ഓല് കാരുവാൻ പോകുന്നത് കുറുക്കന്മാലയില. പണിക്കറോടി കുറുക്കന്മാല കാര്യാനുണ്ടല്ലോ. ഇഞ്ചി അമ്മ തിരിച്ചു വരുമെന്ന് ഇഞ്ഞ് കണക്കാക്കണ്ടേ? എല്ലാ സുമ ഒരുങ്ങിയാ ഇതേ ഇഞ്ഞി പോകുന്നുണ്ടേ പോടെ എൻ്റെ അരച്ചോളെ കൂട്ടണ്ടേ? നിങ്ങൾ എന്തെന്നാന്ന് പറയുന്നേ? പോവാണ്ട് എന്തെന്നാ ചെയ്യാ? എനിക്ക് അറിഞ്ഞൂടേറ്റാ. പണിക്കർ ചതിയനാ. നോക്ക്, നിങ്ങൾ മാണ്ടാത്ത പറയറേ. നിങ്ങളെ മോളും മോന്റിയോളും കൂടിയല്ലേ പണിക്കറെ കണ്ടെത്തുന്ന പൊന്നെടുത്ത്. എന്നിട്ടും പണിക്കർ നമ്മളെ രക്ഷിക്കുവാനല്ലേ നോക്കുന്നേ? നിങ്ങൾ മിണ്ടാണ്ട് കുത്തിരിഞ്ഞ ഞാക്കറിയാം എന്തെന്നാ ചെയ്യേണ്ടിയെന്ന്. ഈ വെള്ള വസ്ത്രം കൊടുത്ത് നിങ്ങൾ കൊണ്ടുവന്നതിനാ നിങ്ങളെ കൊലക്ക് കൊടുക്കുവാനാ. നിങ്ങളെ പണിയെടുത്തോന്ന്. സുമേ, നീ വേമ്പാ. നീ വേഗം പണിക്കർ കാത്തു നിൽക്കുന്നുണ്ടാവും. നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ നട്ടുച്ചക്ക് മുമ്പ് കുറുക്കന്മല കയറണമെന്ന്. നേരം വൈകി തുടങ്ങിയ അവക്ക് ശക്തി കൂടും. എന്ത് ചെയ്യാനാ പണിക്കറെ? കുറുക്കന്മല കാര്യനാന്ന് പറഞ്ഞു നോക്കുമ്പോ പൊരേ ആരും നാളെ സമ്മതിക്കുന്നില്ല. മറ്റുള്ളവര് പറയുന്നത് നിങ്ങൾ എന്തിനാ കേൾക്കുന്നേ? അവരോട് ചോദിച്ചിട്ടാണോ നിങ്ങൾ ആ പിശാചിനെ മോചിപ്പിച്ച? ഞാളെന്തെന്നാ ചെയ്യണ്ടേ പണിക്കറെ? നിങ്ങളുടെ സാമീപ്യമില്ലാതെ അവളെ എനിക്ക് തളക്കാൻ കഴിയില്ല. നിങ്ങളല്ലേ അവളെ മോചിപ്പിച്ചത്. ആ ഒരു നന്ദി അവക്ക് നിങ്ങളോട് എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങളെ അവൾ ഉപദ്രവിക്കില്ല. മനസ്സിലായ? ഞാളെല്ലാത്തിനും തയ്യാറായിട്ട് തന്നെയാ വന്നേ. ഇനി ഞാള് കാരണം ഒരാളും നമ്മളെ നാട്ടില് മരിക്കറ്. ഇത് കണ്ട, ഈ ഒരു മാല അവളുടെ കഴുത്തിൽ അണിയിക്കണം. അണിയിച്ചു കഴിഞ്ഞാ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നീട് ഒരിക്കലും അവക്ക് തിരിച്ചു വരാൻ കഴിയില്ല. ഉച്ചവെയിലിന് ശക്തി പ്രാപിക്കുന്നതിന് മുമ്പ് നമ്മൾ അവളെ തളക്കണം. വാ. എടാ, ഞാൻ കാരണാടാ വിഷ്ണു മരിച്ചേ. എടാ, ഇനി വെറുതെ കുറ്റേറ്റെടുക്കണ്ട. ഓ മാല കെട്ടോണ്ടല്ലോ ഓൻ ഒറ്റ വലിച്ചു പിടിച്ചേ. ഒറ്റ മുളച്ച് നായിഞ്ച മോളാ മോള. അനൂപേ, എനക്കറിയാടാ പൊളേടി ഉണ്ടാവുകയെന്ന്. ഈ വാ ഒന്ന് അടിക്ക്, എനിക്കൊന്നോളെ കാണാം. എന്നപ്പടി നമുക്ക് കുറുക്കമ്മല കയറിയല്ല. ഗീത, ഇനി ഒരുപാട് കാര്യം വരണ്ട. നമ്മളിത് എത്ര കാര്യം ഞങ്ങൾ നടന്നൂട്. എന്തായാലും നമ്മൾ ഇവിടം വരെ എത്തി. ഇനി ബാക്കി കൂടി അങ്ങ് കയറാലോ. വേഗം വരിക. ഭയപ്പെടണ്ട, ഇത് അവളല്ല. കുറുക്കാൻ ദൂരത്തില് ഇങ്ങനത്തെ കൊറേ കാര്യങ്ങൾ ഉണ്ടാവും. വാ. നിങ്ങൾ എന്ത് ധൈര്യത്തിലാ അവരെ കുറുക്കൻ തുരുത്തിയിലേക്ക് പറഞ്ഞയച്ചേ? ഞാൻ പറഞ്ഞിട്ട് കേക്കണ്ടേ? ആ, പോലീസുകാർ വരുന്നുണ്ട്. മോളെ എങ്ങോട്ടേക്കാ പോയേ? കുറുക്കൻ തുരുത്തിയിലേക്കാ സാറേ. ഞാൻ എത്ര പറഞ്ഞിട്ട് ഓല് കേട്ടിക്കില്ല സാറേ. ആ പണിക്കർ കൂട്ടിക്കൊണ്ടുപോയതാ. പണിക്കർ എന്തിനാ ഓറയും കൂട്ടിയിട്ട് കുറുക്കമ്മല കയറിയിട്ടുണ്ടാവാ? സാറേ, പണ്ട് പണിക്കർ ഭാര്യേനെ മോളെയും കൂട്ടിയിട്ട് കുറുക്കമ്മല കയറിയിട്ടേ പിന്നെ അവരാരും കണ്ടിട്ടില്ല. എന്നിട്ട് ആ കേസ് എന്തായി? എന്ത് കേസ്? ഒരു കാര്യവുമില്ല സാറേ. സാറേ, അന്ന് ക്രൈംബ്രാഞ്ചിൽ നിന്ന് 2 പോലീസുകാർ അന്വേഷിക്കാൻ വന്നതാ. അന്വേഷണത്തിൻ്റെ ഇടയിൽ
ഒരു പോലീസുകാരൻ സൂസൈഡ് ചെയ്തു. എന്നിട്ട് എന്താവുകയെ ആ പണിക്കർ കാശ് കൊടുത്ത് ഒതുക്കിയതാ സാറേ. ഭാര്യനെയും മോളെയും കുറുക്കന്മാരെ കൊണ്ട് കൊന്നു കുഴിച്ചിട്ടതാ മോൻ. ഓർ ആരല്ല പോയെ? ചേർത്ത സുമയും ഗീതേ. ഓർ പോകുമ്പോൾ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാ? എത്ര മണിക്ക് ഓർ പോയെ? സാറേ രാവിലെ പോയിക്ക് പോലെ എന്തെങ്കിലും ചെയ്യോ പണിക്കർ? എനിക്ക് പേടിയാകുന്നു. നിങ്ങൾ പേടിക്കണ്ട, വാ നമുക്കൊന്ന് പോയി നോക്കാം. എനിക്ക് ഒരുത്തിനും പേടിയില്ല. നമ്മളെ വിഷ്ണുവിനെ ഇഞ്ഞ് കൊന്നു കളഞ്ഞല്ലേ? വാ എടി ഒറ്റ വിളിച്ചേ വാടി. സുമേ നീ പറഞ്ഞ പോലെ നടക്കുവാനാകുന്നില്ല കേട്ടാ. എല്ലാരും ഒന്നും അങ്ങോട്ട് നിക്ക. നേരത്തെ നമ്മളൊരു ശബ്ദം കേട്ടില്ലേ? അവൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. തിരിഞ്ഞു നോക്കണ്ട, നേരെ നോക്കി അങ്ങോട്ട് നടക്കുക. നീ വിചാരിച്ച ആളല്ല ഞങ്ങള്. മാറിക്കോ, പയ്യങ്ങോട്ട് മാറുക. വരിക. സാറേ ഞാനിവിടം വരെയുള്ളൂ. ആന്താടോ, പേടിയാണോ? അതെ സാറേ, പേടിയാ ചിന്നിയ. പകലല്ലേ, രാത്രി ഒന്നല്ലല്ലോ. വാടോ. അത് സാറിന് മുന്നോട്ട് പോകുമ്പോൾ തിരിയും. ഈ തുരുത്തിന് രാത്രിയും പകലൊന്നും ഇല്ല. നട്ടുച്ചക്ക് ഉരുട്ടാ സാറേ. ഇയാള് പറയുന്നത് ശരിയാ സാറേ. രാഘവ നീ പോരുന്നില്ല പോരണ്ട, ഞാൻ പോവും. ഒരു കാര്യം ചെയ്യ്, അമ്മ ഇവിടെ നിൽക്ക്. എടോ, തനിക്ക് ഇവിടെ നിൽക്കാൻ പേടിയില്ലല്ലോ? ഇല്ല സാറേ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി. വാ ബിസി. കുറുക്കമ്മല കാര്യവരൊക്കെ തിരിച്ചു വന്ന ചരിത്രം കുറവാ. രാഘവ കരുനാ കൊണ്ടൊന്നും പറയല്ലേ, എന്റെ മോളും ഉണ്ടങ്ങ് വേലക്കാരും പോയി. സുമേഷേ, സാറേ മുന്നോട്ട് പോണോ? അയാൾ രണ്ട് പെണ്ണുങ്ങളെയും കൂട്ടി കാട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരും ഉത്തരം പറയും? സാറിന് കുറുക്കൻ തുരുത്തിൻ്റെ ചരിത്രം അറിയാഞ്ഞിട്ടാ സാറേ. താൻ വാടോ. പേടിപ്പിക്കുക. നിന്നെ കാണാൻ വേണ്ടി ഞങ്ങൾ നിന്റെ മടയിലേക്ക് വന്നത്. ഒളിച്ചിരിക്കാതെ പുറത്തു വാ. നൂറ്റാണ്ടുകളായുള്ള നിന്റെ പക തീർക്കാൻ അതിനുള്ളൊരു ഉപാധിയായിട്ടാ ഞാൻ വന്നേ. ഇപ്പൊ പകലാണെങ്കിൽ നിനക്കെന്നെ വിശ്വസിക്കാം.
നിനക്കെന്നെ വിശ്വസിക്കാം. അന്ന് നിന്നോട് മഹാപാതകം ചെയ്ത ആ 2 തമ്പ്രാക്കന്മാരുടെ തറവാട്ടിലെ ഇളമുറക്കാരിയായത്. നൂറ്റാണ്ടുകളായുള്ള നിന്റെ പക നിനക്ക് തീർക്കാം. എന്റെ പൂർവികം നിന്നോട് ചെയ്ത തെറ്റിനുള്ള പ്രായച്ചിത്വം. പണിക്കറ ഇത് ചതിയാ. ഇതാ നമ്മളെ നാടിന്റെ മോഷണത്തിന് വേണ്ടി ഇവളെ ബലി കൊടുത്തേ പറ്റൂ. ഇവളില്ലാണ്ട് ഞാനിവിടുന്ന് പോവുകയല്ല. ഇതാ നിന്റെ പൂർവികർ ഗീത എന്നെ നിന്റെ പൂർവികർ ചെയ്ത തെറ്റിനുള്ള പ്രായച്ചിത്തം നീ ചെയ്യണം. വാ ഗീത. അല്ലേ ബിസി വഴി കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ ഈ പുഴ അടക്കാനാ? പുഴ എങ്ങനെ അടക്കാനാ? പിന്നെ ഏത് വഴിക്കാണ് പോയിട്ടുണ്ടാവുക? സാറേ ഈ തുരുത്തിൻ്റെ ഓരോ മൂലയും പണിക്കർ. സാറേ അത് നോക്ക്. എന്താടാ നിങ്ങൾക്ക് നീ കുറുക്കൻ തുരുത്തിൽ പരിപാടി? അയ്യോ രക്ഷിക്കണേ സാറേ, രക്ഷിക്കണേ സാറേ. ബാക്കിയുള്ളവരുടെ ഇടയുള്ളേ എന്നെ വിട്, എന്നെ വിട്. മോനെ എന്നെ പണിക്കാർ കൊല്ലം കൊണ്ടുവന്നതാ. എടാ ഓർ ഇങ്ങോട്ടല്ലേ ഓടിയേ? സാറേ പണിക്കർ നോക്കിയിട്ട് കാര്യമില്ല. അവരെയും കൂട്ടിയിട്ട് ഇടാൻ പോയിട്ട് തുരുത്തറങ്ങണം. നിനക്കെന്താ വേണ്ടേ? നിന്നെ എന്നാ വാ. ഇതും കൂടി എന്തെന്നാല് അച്ഛമ്മ ബാക്കി കഥ പറഞ്ഞുതരും. ഇപ്പൊ ഒറ്റ മളിച്ചുണ്ട്. ഒറ്റ മത്സ്യനെ പിന്നെ ആരും കണ്ടിക്കില്ല മോളെ. പണിക്കാറോ ഞങ്ങ തിന്നോട്, ബാക്കി പിന്നെ പറയാം. ഞങ്ങ തിന്നോട്. ബാക്കി കഥ പറ. പണിക്കറ പിന്നെ ഓരോരുത്തരും പറയുന്നിട്ട് നടയും ഇവിടെ എല്ലാം കാണലുണ്ടെന്ന്. പണിക്കറ തറവാട്ടില്. നോക്കമ്മേ, വേണ്ടത്തെ കള്ളക്കഥയൊന്നും മോളെ പറഞ്ഞ് പഠിപ്പിക്കണ്ടേ. കള്ളക്കഥയൊന്നും ഞാൻ പറഞ്ഞെടുത്തിക്കില്ല, നടന്ന കഥയല്ലേ. കുറുക്കമ്മല നിവാസികൾക്ക് ഇന്നും പണിക്കറും ഒറ്റമൂലിയും ഒരു പേടി സ്വപ്നമാണ്.